നിങ്ങൾ നമ്മുടെ ബൈബിൾ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഞാൻ നിങ്ങളെ ഒരു ജോലി ഏൽപ്പിക്കുകയാണ്. അതായത് നമുക്ക് ഈ ബൈബിൾ പ്രോഗ്രാം നിങ്ങളൊരു സുവിശേഷ വേലയായിട്ട് കരുതണം. എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഈ ബൈബിൾ പ്രോഗ്രാം ഒരു 10 പേരെ പരിചയപ്പെടുത്തണം. ഒരാൾ ചെയ്യാൻ പറ്റില്ലേ? ബൈബിൾ ഒരു വർഷം കൊണ്ട് ബൈബിൾ വായിച്ച് അനുഗ്രഹിക്കപ്പെടാൻ ദിവസത്തിൽ 20 മിനിറ്റോ 25 മിനിറ്റോ മാറ്റി വെക്കുക. അത് ഏത് മനുഷ്യനും ചെയ്യാൻ പറ്റും. അതിന് ക്രിസ്ത്യാനിയാവണമെന്നൊരു നിർബന്ധമുണ്ടോ? ഇല്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇതൊരു സുവിശേഷ വേലയായിട്ട് കണ്ട് നിങ്ങൾ അതിൻ്റെ പ്രാരംഭ വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ എടുത്ത് ഷെയർ ചെയ്ത് സുവിശേഷ വേലയിൽ സഹായിക്കണം. കോടിക്കണക്കിന് ആളുകൾ, ഈ ഭാഷ അറിയാവുന്നവർ ബൈബിൾ വായിക്കണം. കാരണം അത്രയും എഫർട്ട് നമ്മൾ അതിനു വേണ്ടി എടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇതിനെ പരമാവധി പ്രചരിപ്പിക്കണം. ഹല്ലേലൂയ. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ? നിങ്ങൾ പരമാവധി നിങ്ങളുടെ ഇടവകയിൽ ബൈബിൾ റീഡിംഗ് ഗ്രൂപ്പുകൾ തുടങ്ങണം. ബൈബിൾ വായന, യൂത്തിനിടയിൽ ബൈബിൾ വായന ഗ്രൂപ്പുകൾ, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എല്ലാ ദിവസവും നിങ്ങൾ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് അങ്ങനെ നിങ്ങൾ ഇതിനെ നിങ്ങൾ പരമാവധി എല്ലാവരും ഇത് വേറൊന്നും അല്ലല്ലോ മൗണ്ട് കാർമൽ ധ്യാനത്തിന് വരാനോ നമുക്ക് സംഭാവന തരാനോ ഒന്നും അല്ലല്ലോ ഞാൻ പറയുന്നത് നിങ്ങൾ ബൈബിൾ വായിക്കാൻ ഈ ജനതയെ പ്രേരിപ്പിക്കണം. എന്നാലേ ഇനി രക്ഷയുള്ളൂ. വചനത്തിൽ ആഴപ്പെടാത്തൊരു ജനത വഴിവക്കിൽ തല്ലടിച്ച് മരിക്കും. ദൈവവചനം ഉള്ളിൽ കയറാത്തവർ ഇനി സർവൈവ് ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, കർത്താവ് ഒത്തിരി പ്രതീക്ഷ വച്ചിരിക്കുന്നൊരു സഭയാണ് കേരള സഭ. അതുകൊണ്ട് നിങ്ങൾ ഇത് മലയാളത്തിൽ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇന്ത്യയിലെ മറ്റെല്ലാ ഭാഷകളിലേക്കും ബൈബിൾ വായനാ പദ്ധതി മുന്നോട്ട് പോകും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഇതൊരു വലിയ സംരംഭമാണ്. നിങ്ങളതിനെ ഏറ്റെടുക്കണം, പ്രോത്സാഹിപ്പിക്കണം. ദൈവവചനം വ്യാപിക്കുന്നതിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തണം.